ഡോക്ടർ ജോസഫ് ആന്റണി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കളൊരു വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ്. നമ്മുടെ വിദേശ സെക്രട്ടറി, വിദേശ വകുപ്പിന്റെ ഏറ്റവും പരമോന്നതനായ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു. അദ്ദേഹത്തെ യുദ്ധവെറിയർ ആക്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകളെ പോലും ആക്രമിക്കുന്നു. മനം മടുത്ത് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏക നടപടി എന്ന് പറയാവുന്ന തരത്തിൽ അദ്ദേഹം എക്സ് അക്കൗണ്ട് റദ്ദാക്കിയിരിക്കുന്നു. അതൊരു ദേശീയ നാണക്കേടായി കാണാനുള്ള അന്തസ്സ് ഇന്ത്യക്ക് ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ആക്രമണകാരികളെ തള്ളിപ്പറയുകയും വിക്രം മിശ്രയ്ക്കൊപ്പം നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിലൂടെ കൊടുക്കേണ്ടിയിരുന്നില്ലേ? ജനങ്ങൾക്കിടയിൽ യുദ്ധവെറി പടർന്നാൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് എന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പരാജയ കാരണങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കും. അങ്ങനെ വേണ്ടിയിരുന്നില്ലേ? എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അതേക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ കഴിയുമോ ഡോക്ടർ? ഞാൻ വിക്രം മിശ്രയിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പറയാൻ ശ്രമിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ട്രംപുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറയാൻ കൂടി എന്നെ അനുവദിക്കണം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഏപ്രിൽ 22 പഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുണ്ട്. വളരെ ക്രൂരമായ മനുഷ്യത്വരഹിതമായ ഈ അമേരിക്ക എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുടെ എല്ലാം അപ്പോസ്തലൻ, ജനാധിപത്യത്തിൻ്റെ എല്ലാം അപ്പോസ്തലൻ, ഭീകരവാദത്തിനെതിരെ തന്നെ വാർ ഓൺ ടെറർ നടത്തിയ രാജ്യം. ഓക്കെ, അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ 22 ഈ ആക്രമണം നടന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു ആക്രമണം, അതായത് മനുഷ്യത്വരഹിതമായ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് അവർ അവകാശപ്പെടുന്ന മേരാ മിത്രോം എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനെ കുറിച്ച് പറയുന്ന അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ളപ്പോൾ ഇത്തരമൊരു ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ അമേരിക്കൻ പ്രസിഡന്റും ഈ വൈസ് പ്രസിഡന്റും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഒക്കെ നടത്തിയ പ്രസ്താവനകൾ എന്താണ്? ആദ്യഘട്ടങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പറയുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1500 വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് നിന്ന് ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയും. പിന്നെ JD വാൻസ് പറയുന്നു ഇത് അവരുടെ രണ്ടുപേരുടെയും പ്രശ്നമാണ്, അത് അവർ തമ്മിൽ പരിഹരിച്ചോളും എന്ന് പറയുന്നു. അതായത് ഇവിടെ നടന്ന വലിയ ക്രൂരമായ ഈ ആക്രമണം നേരിട്ട് ഇവിടെ ഇന്ന് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യക്തിയുടെ പ്രതികരണമാണത്. അമേരിക്ക ഇന്ത്യയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ മനസ്സിലാക്കുകയാണ്. 2 ദിവസം മുമ്പ്, ഈ പ്രശ്നം തീരുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഈ ഭരണാധികാരികളെല്ലാം പറഞ്ഞത് ഇത് അവരുടെ പ്രശ്നമാണ്, ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ കാര്യം അമേരിക്കയുടെ, അതായത് ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രാജ്യമായ പാകിസ്ഥാൻ സർവാപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം മുന്നിൽ കാല് പിടിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു അമേരിക്ക ഇടപെടൂ അല്ലെങ്കിൽ സൗദി അറേബ്യ ഇടപെടൂ എന്ന് പറഞ്ഞതിന് പ്രകാരം ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നേടിയെടുത്ത ഒരു സന്ധിയായിരിക്കാം ഇത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടപെട്ടതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ തർക്കം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന പരാജയപ്പെട്ട രാഷ്ട്രത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന അതിശക്തമായ രാജ്യത്തെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയ ബോധപൂർവമായ ശ്രമമാണ്. അതുകൊണ്ടായിരുന്നു നമ്മൾ പറയേണ്ടിയിരുന്നത് ഇത് ഇന്ത്യയുടെ കരുത്തിൽ നേടിയ വിജയമാണ്. സമയത്തൊന്ന് കൈവക്കിയിരുന്നെങ്കിൽ ഞാൻ അതിന് അവസരം തന്നെ. ഇനി മിശ്രയിലേക്ക് മിശ്രി നമ്മൾ കാണേണ്ട കാര്യം, ആരാണ് മിശ്രി? വിക്രം മിശ്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. വിക്രം മിശ്രി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യയുടെ പ്രതിനിധിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് ലോകത്തിനു മുമ്പിൽ പറയുന്നു, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പറയുന്നത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു, ഇന്ത്യയുടെ സേനകൾ പറയുന്നത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ സേനാംഗങ്ങളോ പറയേണ്ട കാര്യം ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി, വിദേശകാര്യമന്ത്രിക്ക് വേണ്ടി, സേനകൾക്ക് വേണ്ടി ലോകത്തിന് മുമ്പിൽ പറയുന്നയാളാണ് അദ്ദേഹം. ഇന്ത്യയാണ് പല സന്ദർഭങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെതിരെ ഈ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ ഗവൺമെൻറ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ അത്തരം ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളിനെതിരെ നടത്തിയത് എന്താണ്? അതായത് നമ്മൾ പിന്നെ ഈ ഉന്നതനായ ഉദ്യോഗസ്ഥനെതിരെ നടത്തിയത് വാസ്തവത്തിൽ ഒരു ഭീകരാക്രമണമല്ലേ? ആ ഭീകരാക്രമണത്തിൽ പിന്നെ ഭയന്നിട്ടോ മനം മടുത്തിട്ടോ അല്ലേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അദ്ദേഹത്തിന് സ്വകാര്യമാക്കേണ്ടത്, പ്രൈവറ്റ് ആക്കേണ്ടി വന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്രമണകാരികളാണ് പിന്നെ ഭീകരവാദികളായി മാറുന്നത് എന്ന തിരിച്ചറിവ് ഇന്ത്യക്കുണ്ടാവണം. ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ മുളയിലെ നുള്ളിക്കളയാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാവുന്നില്ലെങ്കിൽ, അതിനെ വിമർശിക്കുന്നില്ലെങ്കിൽ, അതിനെ ചെറുക്കുന്നില്ലെങ്കിൽ, അതിനെ തള്ളിപ്പറയുന്നില്ലെങ്കിൽ
ഇങ്ങനെ ഏതൊരു ഭരണാധികാരിക്ക് പിന്നെ നിസ്വാർത്ഥമായി സ്വതന്ത്രമായി അതായത് ഗവൺമെന്റ് അദ്ദേഹം ഈ വിക്രം മിശ്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല പറഞ്ഞത്. വ്യക്തമാണ് മാഷേ. അത്തരത്തിലുള്ളൊരു സന്ദേശം കൊടുക്കേണ്ടതായിരുന്നു എന്നതിലേക്കാണ് താങ്കളുടെ അഭിപ്രായങ്ങളും ചേരുന്നത്.